ഓണമൊക്കെ അല്ലേ ഇത്തിരി അച്ചപ്പം ഉണ്ടാക്കാം. ഇനി ഞാൻ 3 ഗ്ലാസ് അരി കുതിർത്ത് പൊടിച്ചതാണ്, നേർമയായിട്ട് പൊടിച്ച പൊടിയത്. അതിൻ്റെ കൂടെ 1 കപ്പ് മൈദപ്പൊടിയിട്ട് ഇടുക. ഒരു 3 മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് വയ്ക്കാം. ഒരു 1.5 കപ്പ് പഞ്ചസാരയുടെ ഇതിലോട്ടിടുക. നമുക്ക് ഈ പൊടിക്കകത്തോട്ട് ഒഴിക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് വേണം. മുട്ട ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് മുട്ട ചേർത്താണ് ഉണ്ടാക്കാറ്. ഓണത്തിന് ശേഷം പ്യൂർ വെജ് അല്ല അത് കുഴപ്പമില്ല. തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാലടിച്ചായി മാവ് കുഴയ്ക്കുന്നത്. അത്ര കട്ടിപ്പാലൊന്നും അല്ല, വെച്ച് കുഴച്ച് നോക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ശകല അത് മിക്സി കഴുകിയതാണ്. മിക്സി കഴുകിയെടുത്താൽ വേണമെങ്കിൽ ഒന്നുമില്ല. മിക്സി മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് ചൂടായാലേ മാവ് മുക്കുമ്പോൾ മുക്കിയിട്ടാൽ പെട്ടി പിടിച്ചിരിക്കും അങ്ങും ഇങ്ങൊക്കെ ആയിട്ട്. ഇതിലോട്ട് കറുത്തള്ള ഇത് കുറച്ചൊരു ടീസ്പൂണൊക്കെ മതി. അതേപോലെ ഒരു സ്പൂണ് ജീരകം, ചെറിയ ജീരകം. എള്ളും ജീരകവും കടിക്കണമെന്നാണ് ഒന്ന് അച്ചപ്പെട്ട്. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വച്ച് ചൂടാകുമ്പോൾ ഇതിലോട്ട് മുക്കി ഇപ്പം നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ കലങ്ങിയിട്ടുണ്ട് മാവ് രണ്ടീ പരുവാണ്. ഒരുപാട് അങ്ങ് ലൂസുമല്ല, ഒരുപാട് കുറുകയല്ല. ഒരെണ്ണം ഒന്ന് മുക്കി നോക്കാം, കുറച്ച് ചൂടായോ. നമ്മുടെ ആദ്യത്തെ അച്ചപ്പം ഇനി അതുപോലെ ഒന്ന് ചൂടാകണം, എന്നാലേ ഇതുപോലെ കിട്ടത്തുള്ളൂ. ചൂടല്ല, എണ്ണയുടെ ആ ചൂടതേ വേണം. ആ മാവ് അച്ചലായിപ്പോയി, അതാ അങ്ങനെ ആയിപ്പോയത്. ഇവിടെ ഇപ്പം ചൂടായിപ്പോയി. നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. ഇതെടുത്ത് ഇതെല്ലാം മൂത്തു. നല്ലപോലെ കിട്ടി, ഒറ്റ എണ്ണ വന്നില്ലായിരുന്നു. നല്ലത് ഇങ്ങനെ പെറുക്കി വെക്കണം, അല്ലെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് മാർന്നു പൊക്കോളും. ഈ വശത്തുനിന്ന് ഇടാൻ വാക്കില്ല. ഇപ്പോൾ കഴിയതിൻ്റെ പരിപാടി. കുറച്ച് പൊടിയല്ലേ എടുത്തുള്ളൂ, സാധാരണ ഇടങ്ങ ചേരിയൊക്കെ ഞാനിടുന്നത്. 3 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ 3 ഗ്ലാസ്സായിരുന്നു. 1 കപ്പ് മൈദ ഇട്ടു. നമ്മുടെ പാത്രം നിറഞ്ഞു. നല്ല ടേസ്റ്റിയായ അച്ചപ്പം, നല്ല കറുമുറ ഇതാ പൊടിച്ച് പല്ലില്ലാത്തവർക്കും തിന്നാം.